നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരെ എതിർത്തു. വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി. പ്രവാചകൻ വിചാരിച്ചു തായിഫിലേക്ക് പോകാം, അവിടെ എന്റെ ഉമ്മാന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അവരുടെയും കൂട്ടി തായിഫിലേക്ക് യാത്രയാവുകയാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട 3 നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞു, നിന്നെയാണോ അല്ലാഹു പ്രവാചകനെ അയക്കാൻ പറ്റിയത്? രണ്ടാമത്തെ ആള് പറഞ്ഞു, വേറെ ആരെയും കിട്ടിയിട്ടില്ലേ? മൂന്നാമത്തെ ആള് പറഞ്ഞു, നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. 3 പേരും പരിഹസിച്ച് തള്ളി. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, നബി തങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ നേതാക്കന്മാർ അങ്ങാടി പിള്ളേരെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു. നബി തങ്ങളെ കല്ലെറിയിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ തെരുവീതിയിൽ ഏകദേശം 9 മൈലുകളോളം കല്ലേറുകൊണ്ട് നടക്കുകയുണ്ടായി. നബി തങ്ങളുടെ ശരീരത്തിൽ രക്തം വാർന്നൊഴുകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന്റെ പേരിലാണ് ഈ കല്ലേറ് കൊണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ത്യാഗത്തിന് പേരിലാണ്. നബി തങ്ങളുടെ സ്നേഹവും കരുണയും ഒക്കെ പറഞ്ഞ് നമ്മൾ സമ്പാദിക്കുക, നമ്മൾ കഴിക്കാന്നല്ലാതെ നബി തങ്ങളുടെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ ഇതുവരെ സഹിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആ രക്തം വാർന്നൊഴുകി. നബി തങ്ങൾ ഒരു തോട്ടത്തിൽ പോയി വിഷമിച്ചിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്താണ് തങ്ങൾക്ക് വേണ്ടത്? അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ് വരുന്നത്. ഈ കാണുന്ന 2 മലകളെടുത്ത് ഇവരെ നശിപ്പിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അനുവാദം കിട്ടിയാൽ മതി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നബി തങ്ങൾ പറയുകയുണ്ടായി, ഇവരാരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ തലമുറയിൽ ആരെങ്കിലും വിശ്വസിക്കും. അതുകൊണ്ട് ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എത്ര വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.